കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കൾ കുട്ടികൾ അനുസരിക്കാതെ വരുമ്പോൾ ചിലപ്പോൾ വടി കയ്യിലെടുക്കും, ചെറിയ ശിക്ഷണ നടപടികളെടുക്കും. കാരണം അവരെ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കുറുമ്പ് അവർക്ക് മനസ്സിലാകാൻ, തെറ്റ് ബോധ്യപ്പെടുത്തുവാൻ, അവരെ നല്ല വഴിയിലേക്ക് തിരിക്കുവാൻ മാതാപിതാക്കൾ ചെയ്യുന്നത് ചില ശിക്ഷണ നടപടികളാണ്. ഇതുപോലെ മനുഷ്യന് തെറ്റിൽ നിന്ന് പിന്തിരിയുവാൻ വേണ്ടി ദൈവം ചില ശിക്ഷണ നടപടികൾ എന്നതുപോലെയുള്ള ചില കാര്യങ്ങൾ ചെയ്യും. അത് ആ വ്യക്തി തിരിയാൻ വേണ്ടിയിട്ടാണ്, കർത്താവിലേക്ക് മനസ്സ് തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. സങ്കീർത്തന പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ പറയുകയാണ്, മനുഷ്യൻ മനസ്സ് തിരിയുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിന് മൂർച്ച കൂട്ടും. എന്താണ് ഈ വാളിന് മൂർച്ച കൂട്ടുന്നത്? അതായത് മൂർച്ചയില്ലാത്ത വാളുകൊണ്ട് വെട്ടിയാൽ അത് മുറിയില്ല, അതിന് പരിക്ക് പോലെ ഏൽക്കില്ല. അപ്പം മൂർച്ച കൂട്ടും തോറും മുറിവിന് ആഴം കൂടും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചെറിയ തട്ടുമുട്ടൊക്കെ പലരും തിരിയില്ല. അപ്പോൾ ദൈവം ചിലപ്പോൾ ഇത്തിരി കഠിനമായ, അതായത് ഇത്തിരി സഹിക്കാൻ പറ്റാത്ത ചില മുറിവുകൾ, തടസ്സങ്ങൾ, രോഗങ്ങൾ, അപകടങ്ങൾ, ആപത്തുകൾ, അനർത്ഥങ്ങൾ, അത്യായം വരുമ്പോൾ അവനോടനെ ദൈവത്തിലേക്ക് തിരിയും. അപ്പോൾ ഇവിടെ കർത്താവ് വചനം പറയുകയാണ്, മനുഷ്യൻ മനസ്സ് തിരിയുന്നില്ലെങ്കിൽ അവൻ്റെ മനസ്സ് ദൈവത്തിലേക്ക് തിരിയണം. ആ മനസ്സ് ദൈവത്തിലേക്ക് തിരിയുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിന് മൂർച്ച കൂട്ടും. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആ വാളിന് മൂർച്ച കൂട്ടാതെ തന്നെ നമുക്ക് കർത്താവിലേക്ക് തിരിയാൻ, കർത്താവിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. പ്രാർത്ഥിക്കാം. കണ്ണുനീർത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നു, ദുഃഖത്തിൻ ഭാരം തളർത്തിടുന്നു. തകരുന്നിതായൻ മനവും ദേഹവും, സഹനത്തിൻ വേദന സന്തോഷമാകാൻ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.